നമസ്കാരം. പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം. ചരിത്രപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തെ അട്ടിമറിക്കാൻ പോലീസിന് കൊട്ടേഷൻ നൽകിയതാര്? പോലീസിൻ്റെ ഇടപെടൽ മൂലം താറുമാറായ തൃശ്ശൂർ പൂരത്തിൽ പൂരപ്രേമികൾ ചോദിക്കുന്നത് ഇതാണ്. പോലീസിൻ്റെ അനാവശ്യമായ ഇടപെടലാണ് ചരിത്രത്തിലാദ്യമായി പകുതി വഴിയിൽ പൂരം നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടാക്കിയതെന്ന് ദേവസ്വം ഭാരവാഹികൾ തന്നെ പറയുന്നു. പകുതി വഴിയിൽ തിരുവമ്പാടിക്ക് പൂരം നിർത്തിവെക്കേണ്ടി വന്നു. അങ്ങനെ മടത്തിൽ വരവിൽ ഒരാന മാത്രമായി പേരിന് മടത്തിൽ വരവ് നടത്തേണ്ടി വന്നു. ഇതൊക്കെ പോലീസിൻ്റെ നിഷ്ക്രിയമായ ഇടപെടൽ മൂലമാണെന്നാണ് തിരുവമ്പാടി വിഭാഗം ആരോപിക്കുന്നത്. എന്തായാലും തൃശ്ശൂർ പൂരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ഇതാദ്യമായിട്ടല്ല. തൃശ്ശൂർ പൂരത്തിനെതിരെ നിരവധി വർഷങ്ങളായി ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുകയാണ്. മലയാളിയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായ, കേരളത്തിൻ്റെ തിലകക്കുറിയായ, ലോകത്തെ ഏതു മലയാളിയും കാണാൻ ആഗ്രഹിക്കുന്ന തൃശ്ശൂർ പൂരമെന്ന ആ ദൃശ്യവിസ്മയത്തെയാണ് ഇപ്പോൾ അട്ടിമറിക്കാൻ, ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന് തൊട്ടു മുമ്പ് വനം വകുപ്പിനെ കൊണ്ട് അനാവശ്യമായ ഉത്തരവുകൾ ഇറക്കുക, മറ്റ് വിവിധ വകുപ്പുകളെ കൊണ്ട് ഉത്തരവുകൾ ഇറക്കുക, ജില്ലാ ഭരണകൂടത്തെ കൊണ്ട് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുക, അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, ഇതൊക്കെ കഴിഞ്ഞ 2-3 വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്നതാണ്. എന്നിട്ടും തൃശ്ശൂർ പൂരമെന്ന ആ വലിയ ആഘോഷത്തെ പങ്കുചേരാൻ ലക്ഷക്കണക്കിന് ആളുകൾ പല ദേശങ്ങളിൽ നിന്നായി എത്തിച്ചേരുകയാണ്. എന്നാൽ ഇക്കുറി പൂരപ്രേമികളെപ്പോലും ആ പൂരപ്പറമ്പിലേക്ക് കടത്തിവിടാത്ത പോലീസിൻ്റെ നടപടിയാണ് തുടക്കത്തിലെ കല്ലുകടിയായത്. പൂരം ആരംഭിക്കുന്ന സമയത്ത് തന്നെ തിരുവമ്പാടി ദേവസ്വത്തിലെ പ്രധാനപ്പെട്ട ഭാരവാഹികളെപ്പോലും ആനയ്ക്കൊപ്പം നടക്കാൻ അനുവദിച്ചില്ല പോലീസ് എന്ന് പറയുന്നു. സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ റോഡുകളും വടം കെട്ടിയും ബാരിക്കേഡ് കെട്ടിയും അവർ തടഞ്ഞു. പൂരപ്രേമികളെ പൂരപ്പറമ്പിൽ നിന്ന്, തൃശ്ശൂർ പൂരത്തിൽ നിന്നും അകറ്റുന്ന നടപടിയുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ച് തിരുവമ്പാടി വിഭാഗം തർക്കിച്ചു. ഒടുവിൽ മടത്തിൽ വരവ് പേരിന് മാത്രമാക്കി. ഒടുവിൽ അവർ പകുതി വഴിയിൽ പൂരം അവസാനിപ്പിച്ചു. അവരുടെ ലൈറ്റുകൾ അണച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. ഒടുവിൽ തൃശ്ശൂരിൻ്റെ ചുമതലയുള്ള മന്ത്രി കെ രാജൻ ഇടപെട്ടാണ് വീണ്ടും വെടിക്കെട്ട് നടത്താനുള്ള സാഹചര്യമുണ്ടായത്. അങ്ങനെ പുലർച്ചെ 3 മണിക്ക് ആകാശത്ത് ദൃശ്യവിസ്മയമാകേണ്ട വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ നടത്തി. വെടിക്കെട്ട് അങ്ങനെ കേൾവിയിലൂടെ മാത്രം ആസ്വദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പൂരപ്രേമികൾ എത്തിച്ചേർന്നു. ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്? ഈ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടും കെടുകാര്യസ്ഥതയുമല്ലേ ഈ തൃശ്ശൂർ പൂരത്തെ ഇത്രത്തോളം അലങ്കോലമാക്കുന്നതിന് ഇടയാക്കിയത്? ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പോലും പാലിക്കാൻ പോലീസ് തയ്യാറായില്ല. പ്രദക്ഷിണ വഴിയിൽ ചെരുപ്പ് ധരിച്ച് കയറരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും അവിടെ ഷൂസ് ധരിച്ച് നടക്കുന്ന ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഇത്ര ധിക്കാരപരമായ നടപടികൾ തൃശ്ശൂരിൽ നടന്നത്, തൃശ്ശൂർ പൂരത്തിൻ്റെ വേളയിൽ നടന്നത്. അപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പോലീസിന് ബാധകമല്ല, അവിടുത്തെ ജനപ്രതിനിധികളുടെ നിർദ്ദേശങ്ങൾ പോലീസിന് ബാധകമല്ല, ദേവസ്വം ഭാരവാഹികളുടെ നിർദ്ദേശങ്ങളും അവരുടെ അഭിപ്രായങ്ങളും പോലീസിന് ബാധകമല്ല. പോലീസിൻ്റെ താന്തോന്നിത്തരമാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പൂര വേദിയിൽ കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പൂരം ഇത്രത്തോളം അലങ്കോലമായത്. എന്തായാലും ഇതിന് കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്ത് ഹൈന്ദവ ആരാധനാലയങ്ങളോട് അനീതി നടക്കുന്നത് ഇതാദ്യമായിട്ടല്ല. ശബരിമല നമുക്കെല്ലാം അറിയാം. എങ്കിലും മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമായ തൃശ്ശൂർ പൂരത്തെ ഇത്രത്തോളം അലങ്കോലമാക്കാൻ പോലീസ് ശ്രമിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ് പോർട്ടൽ. പിന്തുണയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.